നമ്മുടെ സ്റ്റുഡൻസിന്റെ ലേണിംഗ് എക്സ്പീരിയൻസ് മികച്ചതാക്കാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റിന്റെ യുഐയിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. സ്റ്റുഡന്റ് ലോഗിനിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കിവിടെ വെൽക്കം പേജ് കാണാം. ഇതാണ് ലോഗിൻ പേജ്. സ്റ്റുഡൻസിന് കൊടുത്തിട്ടുള്ള മെയിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഇവിടെ ലോഗിൻ ചെയ്യാം. ഞാനിവിടെ സൈൻ ഇൻ ചെയ്യുന്നുണ്ട്. ഇതാണ് അവരുടെ സ്റ്റുഡന്റ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ഭാഗമായിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ അവരുടെ പ്രൊഫൈലാണ്. ഇവിടെ അവർക്ക് പ്രൊഫൈൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിത് ക്ലിക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ ബാനർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവരുടെ ഇമേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എങ്ങനെയായിരിക്കണം അവരുടെ സർട്ടിഫിക്കറ്റിലെ നെയിം വേണ്ടത് അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മെയിൽ ഐ ഡി, യൂസർ നെയിം, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. then സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. സോഷ്യൽ അക്കൗണ്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലിങ്ക്ഡിൻ പോലുള്ള, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ അക്കൗണ്ട്സും ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. മാനേജ് ഡിവൈസ് എന്ന് പറയുന്നത് അറ്റ് എ ടൈം വൺ ഡിവൈസിൽ മാത്രം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒന്നിലധികം ഡിവൈസിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ബില്ലിംഗ് അഡ്രസ്സ് കാണാം. നിങ്ങളുടെ കോഴ്സ് പർച്ചേസ് ചെയ്തപ്പോൾ ഏത് അഡ്രസ്സിലാണ് ബില്ല് ചെയ്തിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റും. ദെൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് ഏതൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആവണം എന്നുള്ളത്. ദെൻ പ്രിഫറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തീം സെറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ LMSലെ ഡാഷ്ബോർഡിൽ നിങ്ങൾ കയറുന്ന സമയത്ത് ക്ലാസ് കാണുന്ന തീം, ഫോണ്ട്, കോൺട്രാസ്റ്റ് എങ്ങനെ നിങ്ങൾക്ക് കാണണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ദെൻ ഞാൻ പ്രൊഫൈലിലേക്ക് വീണ്ടും വരികയാണ്. ഇവിടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മറ്റൊരു ഓപ്ഷൻ റിവ്യൂസ് ആണ്. നിങ്ങൾക്ക് റിവ്യൂസ് നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട് കോഴ്സിന്. ബില്ലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സിന്റെ ബില്ല് ഇവിടെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ക്യാൻവയുടെ ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഇൻവോയ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബില്ല് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഹായ് ആദിൽ കെ എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്യുന്നുണ്ട്. എൻറോൾ കോഴ്സസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൻറോൾ ചെയ്ത കോഴ്സസിന്റെ ലിസ്റ്റ് ഇവിടെ കാണാം. പുതിയ കോഴ്സസ് ആണെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് എന്നായിരിക്കും ഈ ഒരു ഭാഗത്ത് വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ സെന്ററിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കോഴ്സിലേക്ക് കടക്കാനും നിങ്ങൾക്ക് ഓരോ ക്ലാസ്സസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആക്റ്റീവ് കോഴ്സസ് എന്ന് പറയുന്നത് ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള കോഴ്സസ് ആണ്. ദെൻ കംപ്ലീറ്റ് ചെയ്ത കോഴ്സസിന്റെ സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര മണിക്കൂർ നിങ്ങൾ ഈ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ളതും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ദെൻ കോഴ്സസ് എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുകയാണെങ്കിൽ എൻറോൾ ചെയ്ത 2 കോഴ്സസ്, ആക്റ്റീവ് ആയ കോഴ്സ്, കംപ്ലീറ്റ് ആയ കോഴ്സസ് ഇവിടെ കാണാം. ഇവിടെ വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇനി ഭാവിയിൽ വേറെ എന്തെങ്കിലും കോഴ്സസ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ വാങ്ങണമെങ്കിൽ ഇവിടെ വിഷ് ലിസ്റ്റിൽ ഇടാം. കോഴ്സിനിടയിൽ നിങ്ങൾ ക്യൂസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ആ അറ്റൻഡ് ചെയ്ത ക്യൂസ് കാര്യങ്ങൾ കറക്റ്റ് ആണോ അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ദെൻ നോട്ട്സ് ടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോട്ട്സ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. വീഡിയോ നോട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഞാനിപ്പോൾ കോഴ്സിന്റെ സെക്ഷനിലേക്ക് പോവാണ്. ഫോർ എക്സാമ്പിൾ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സ് ഞാൻ സെലക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ മൊഡ്യൂളായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് വരാൻ വേണ്ടി പറ്റും. ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എക്സസൈസ് ഫയൽ എന്ന് കാണാം. അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോഴ്സിന്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. പിന്നെ അതുകൂടാതെ നോട്ട്സ് എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കാൻ എന്തെങ്കിലും പോയിന്റ്സ് കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇപ്പൊ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. നമുക്ക് ഇവിടെ ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ടേക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ടേക്ക് നോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ക്രിയേറ്റീവ് ടാസ്ക് ഇങ്ങനെ സേവ് ചെയ്യാൻ നോട്ട്സ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. കൂടാതെ നിങ്ങൾക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും സെറ്റിംഗ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. കോഴ്സ് ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ റീടേക്ക് കോഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസോഴ്സസ്, അതായത് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത റിസോഴ്സസ് ഇവിടെ കാണാം. PDF, നിങ്ങളുടെ നോട്ട്സ് കാര്യങ്ങൾ. അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കോഴ്സിനിടയിൽ എന്തെങ്കിലും അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ലൈവ് ക്ലാസ്സസ്, അതായത് ഗൂഗിൾ മീറ്റ്, സൂം ഒക്കെ നമ്മൾ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് നിങ്ങളുടെ കോഴ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈവ് ക്ലാസ്സിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ദെൻ ഗ്രേഡ് ബുക്ക് കാണാം. ഗ്രേഡ് ബുക്ക് എന്ന് പറയുന്നത് നമ്മളെ ട്യൂട്ടേഴ്സ് മാർക്ക് ഇടുന്ന ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ദെൻ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങൾ എത്ര സർട്ടിഫിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കാണാനുള്ള ഓപ്ഷനും അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ അറിയാനും വേണ്ടി പറ്റും. സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ യൂണിക് ID യൂസ് ചെയ്യാനൊക്കെ വേണ്ടി പറ്റുന്നതായിരിക്കും. കോഴ്സ് ഇൻഫോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, താഴോട്ട് പോയി കഴിഞ്ഞാൽ കോഴ്സിന്റെ പേര്, കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അക്കാദമിയുടെ പേര്, ആ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, നിങ്ങൾ കൊടുത്തിട്ടുള്ള റേറ്റിംഗ്, ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് കൂടാതെ
ഇപ്പൊ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ഫുൾ സ്ക്രീൻ അല്ലാതെ നിങ്ങൾക്ക് കോഴ്സ് കാണണം എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. സ്ലൈഡർ ക്ലോസ് ചെയ്യുന്ന ഓപ്ഷൻ ആണ്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ സ്ലൈഡർ നിങ്ങൾക്ക് താൽക്കാലികമായി ക്ലോസ് ചെയ്തുകൊണ്ട് ക്ലാസ്സസ് ഇവിടെ കാണാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ലോഗ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് ലോഗ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാണാം.